പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസവും കർത്താവ് നൽകി അനുഗ്രഹിച്ചതിന് അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് അച്ഛൻ ആശംസിക്കുകയാണ് അവിടുത്തെ അചഞ്ചല സ്നേഹത്തെ പറ്റി ധ്യാനിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു കാര്യമാണിത്. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. ഒരു മാറ്റവും ഇല്ല. കർത്താവ് എപ്പോഴും എന്നെ അചഞ്ചലമായി സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മളെ അചഞ്ചലമായി സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ വിശ്വസ്തനായാലും അവിശ്വസ്തനായാലും, ഞാൻ പാപിയായാലും, ഞാൻ നീതിമാനായാലും അശുദ്ധനായാലും വിശുദ്ധനായാലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒരു തുള്ളി പോലും, ഒരു ഇഞ്ച് പോലും പിന്നേക്കില്ല, മുന്നോട്ടാ. അചഞ്ചലമായ സ്നേഹമാ എൻ്റെ കർത്താവിന് എന്നോടുള്ളത്. ആ സ്നേഹമുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോണേ. നമ്മുടെ പാപങ്ങൾ കണക്കിലെടുത്താൽ ആർക്ക്, എനിക്കോ നിങ്ങൾക്കോ കർത്താവിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. പാപത്തെ വെറുക്കുകയും പാപിയെ തേടി വരികയും ചെയ്യുന്നൊരു ദൈവമാണ്. ലൂക്കാ 15 കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, കാണാതെ പോയ മകൻ. ലൂക്കാ 15:7 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുദവിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന വചനം പറയുക. കർത്താവ് നമ്മെ അചഞ്ചലമായി സ്നേഹിക്കുന്നു കേട്ടോ. അതുകൊണ്ടല്ലേ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടിപ്പോകുന്ന സ്നേഹം. ഒരാട് നഷ്ടപ്പെട്ട നാണയത്തെ അന്വേഷിച്ച് തേടി പിടിക്കുന്ന ഒരു സ്ത്രീയെ പോലെ തിരയുന്ന ദൈവം. നഷ്ടപ്പെട്ടു പോയ മകൻ, ധൂർത്തനായ മകൻ തിരികെ വരുമ്പോൾ മാറോടണയ്ക്കുന്ന സ്നേഹം, സെലിബ്രേറ്റ് ചെയ്യുന്ന സ്നേഹം, മോതിരമണിയിക്കുകയും പട്ടുവസ്ത്രമണിയിക്കുകയും മുഴുത്ത കാളക്കുട്ടിയെ കൊല്ലുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സ്നേഹം, അചഞ്ചലമായ സ്നേഹം. ആ അചഞ്ചലമായ സ്നേഹത്തെ ധ്യാനിച്ച് ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. ആ സ്നേഹം ഇന്ന് നിങ്ങളെ പരിപാലിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: ഈശോയെ, അചഞ്ചല സ്നേഹമേ, അങ്ങേയ്ക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.